ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റാർ വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കറിവേപ്പിലയും വാളംപുളിയും വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കറിവേപ്പാണ് കാണുന്നത്. നല്ല നിറച്ച ഇലകളൊക്കെ ആയിട്ടുണ്ട്. മഴ പെയ്തപ്പോൾ നല്ല ഇലകളായി. അപ്പോൾ ഒരു ചമ്മന്തി അരച്ച് കാണിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു. അതിനായിട്ട് ഒരു തണ്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കറിവേപ്പിലയുടെ ആ തണ്ട് ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് ഈ ഇലയെല്ലാം കൂടെ പറിച്ച് ഒരു പാത്രത്തിലിട്ട് നല്ലോണം ഉടച്ച് കഴുകുക. അതിലെ പൊടിയും എന്തെങ്കിലും ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ്. നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്നു. ഇതുപോലെ എടുത്ത് മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കാം. തേങ്ങ ചിരണ്ടിയത്, ഉപ്പ് ആവശ്യത്തിന്, ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കറിവേപ്പില, മുളക് പൊടി 2 ടീസ്പൂൺ മതി. ചുവന്ന മുളക് ഉണങ്ങിയതാണേലും നല്ലതാണ്, അതെൻ്റെ കയ്യിലില്ല. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഒരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നല്ലപോലെ തിളച്ച് വരുമ്പോൾ കറിവേപ്പില, മുളക് പൊടി, ഉള്ളി എല്ലാം ഇട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ലവണ്ണം ക്രിസ്പി ആയിട്ട് വരണം. കുറച്ച് വാടിയതിന് ശേഷം നമുക്ക് തേങ്ങ അതിലേക്ക് ചേർക്കാം. തേങ്ങ, വെളിച്ചെണ്ണയും മുളക് പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ഒരു മൂത്ത മണം വരും. ആ മണം വരുമ്പോഴത്തേക്ക് നമ്മൾ ഓഫാക്കിയാൽ മതി. അതുവരെ നല്ലവണ്ണം ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലവണ്ണം ഇളക്കി ഇത് ഇലയെല്ലാം കൂടി നല്ല ക്രിസ്പി ആകുമ്പോഴേക്കും ചട്ടിയിൽ നിന്ന് വിട്ടു പോരുന്നതായിരിക്കും. അത്രയും സമയം നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലെയാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. ഇതുപോലെ നല്ല ബ്രൗൺ കളറിൽ വരും. കറിവേപ്പിലയും മുളക് പൊടിയും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലൊരു മണമാണ്. അപ്പോഴേക്കും നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന രീതിയാണ് ഈ കാണിക്കുന്നത്. ഇതുപോലെ വിട്ട് വരണം. എന്നാൽ മാത്രമേ ചമ്മന്തി അരച്ച് കഴിയുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഇപ്പോൾ ഇളക്കി കൊണ്ടിരുന്ന ചേരുവകളെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഉപ്പ് ആവശ്യത്തിന് ഇടുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വാളംപുളിയുടെ ഒരു ചെറിയ ഉരുള അതും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട്, വെള്ളമൊന്നും ഒഴിക്കരുത്. മിക്സിയുടെ ജാറ് നല്ലോണം അടച്ച് ആ എണ്ണ കൊണ്ട് തന്നെ നമ്മൾ ചമ്മന്തി സെറ്റായിട്ട് വരണം. ആദ്യമേ ഞാനൊന്ന് ഒരു വട്ടം മിക്സി അടിച്ച് നോക്കി, അപ്പോൾ ആയിട്ടില്ല. നല്ല പേസ്റ്റ് പോലെ വരണം. എന്നാൽ മാത്രമേ ചമ്മന്തി നല്ല സെറ്റായി വരുള്ളൂ. ഇത് 2ാം വട്ടം അരച്ചതിന് ശേഷം ഒരു സ്പൂണും കൊണ്ട് എടുത്ത് ഇങ്ങനെ നോക്കണം നമ്മൾ. അപ്പോൾ നല്ല രീതിക്കായിട്ടുണ്ട്. അതിന് ശേഷം സ്പൂണിൽ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ജാറിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര കാണത്തില്ല. ഞാനതുകൊണ്ട് സ്പൂണിലെടുത്ത് നിങ്ങളെ കാണിച്ചതാണ്. ഇനി നമുക്ക് ജാറിൽ നിന്ന് ഈ ചമ്മന്തി എല്ലാം ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഇല കറിവേപ്പിലയൊക്കെ വെച്ച് ഞാൻ നല്ല ഡെക്കറേഷൻ ആക്കിയതാണ്, സെറ്റാക്കി. അപ്പോൾ എല്ലാവർക്കും കറിവേപ്പില ചമ്മന്തി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് മഴക്കാലത്ത് പരീക്ഷിച്ച് നോക്കണം.
അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.